ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറ് വയ്ക്കാൻ കുറച്ച് നേരം വൈകി പോയിട്ടാ. അപ്പോൾ ഞാൻ ഒരു 12 മണിക്കായി വന്നപ്പോൾ ചോറുണ്ടാക്കി കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഉപ്പേരി വയ്ക്കാനുള്ള ചീര കാലത്ത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ട് മൂന്ന് മീനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് കുഞ്ഞേരി കറിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള അരിക്കെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടിട്ട് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചീരയ്ക്ക് നന്നാക്കട്ടെ. ഞാനിങ്ങനെ ചീര നന്നാക്കാൻ അതിനായിട്ട് സമയം മാറ്റി വയ്ക്കില്ല. എല്ലാ ചീരയുടെ പണികളുടെ ഇടയിൽ കൂടെ വന്നിട്ട് ചെയ്യാം. അപ്പം എല്ലാ പണിയും പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പോൾ ഈ അരി വെള്ളത്തിലിട്ട സമയത്ത് കുറച്ച് സമയം ഉണ്ടല്ലോ, മീനൊക്കെ ഒന്ന് ഐസ് മാറുന്ന സമയം കൊണ്ട് ഞാൻ ചീരയ്ക്ക് നന്നാക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ അരി കഴുകി അടപ്പത്തിട്ട് പിന്നെ ഞാൻ മീൻ കറിക്കുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെയും ഒന്ന് കുത്താന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കുത്തണ സാധനം കാണാനില്ല. അപ്പോൾ ഞാൻ കത്തിയൊക്കെ എടുത്ത് എല്ലാം അരിഞ്ഞ് വെച്ചു. പിന്നെ ചീനച്ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നമ്മൾ ഫുള്ളൊന്ന് ചുറ്റിക്കണമല്ലോ. അങ്ങനെ ചുറ്റിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വെച്ചുവിട്ട് ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചീര കൂടി നന്നാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. കടുകിട്ടു, വെളുത്തുള്ളി ഇട്ടു, ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്തു. ഞാനിങ്ങനെ അധികം കൊണ്ട് വേപ്പിൻ്റെ ഇല മേടിക്കാറില്ല. എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്നല്ലേ മേടിക്കണേ. അപ്പോൾ എനിക്കതത്ര ഇഷ്ടമല്ലോ, കടയിൽ നിന്ന് മേടിക്കുന്ന വേപ്പിൻ്റെ ഇഷ്ടമില്ലാത്തത് ഞാൻ മേടിക്കാറില്ല. പിന്നെ വെളുത്തുള്ളി ആ സാധനങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വഴറ്റി വന്നപ്പോൾ അതിൽ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു സിമ്പിൾ കറിയായിട്ട് ഉണ്ടാക്കണേ. പിന്നെ ഒരു തക്കാളി മുറിച്ചിട്ടിട്ട് നല്ലപോലെ വഴറ്റി. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫാക്കിയിട്ടിട്ട് ചെയ്യുക, കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മീൻകറിക്കുള്ള കുടംപുളി എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട്, സാധാരണ ഞാൻ മീൻകറി ഉണ്ടാക്കണേക്കാളും കുറച്ച് മുമ്പ് ഞാൻ ഈ കുടംപുളിക്ക് എടുത്ത് വെള്ളത്തിലിടാറുണ്ട്. ഇന്ന് എന്താ പറ്റുന്നത് വെച്ചാൽ ഞാൻ ഇന്ന് ആദ്യം മീൻ വറുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ ഫുള്ളും മണാവും, മീനിൻ്റെ മണാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ നല്ലപോലെ എല്ലാ ഡീപ്പ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വെച്ചിട്ടുള്ള പിന്നെ വറുക്കേണ്ട കറി ആകുമ്പോൾ അത്ര സ്മെല്ല് വരില്ലല്ലോ. അപ്പോൾ വെള്ളം നല്ലപോലെ ഒഴിച്ച് തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മുടെ കുടംപുളിയും കൂടി ഇട്ടിട്ട് കറി ഒന്നുകൂടി തിളപ്പിച്ചു. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടു. പിന്നെ മീനൊക്കെ അതിലേക്ക് എടുത്തിട്ടിട്ട് എന്താ ചെയ്തു, അടച്ച് വെച്ചു. ഇതെന്തൊരു പുക വന്നതെന്ന് വെച്ചാൽ ഈ അടുപ്പിൻ്റെ ഉള്ളിൽ എന്തോ പെട്ടു കടലാസാന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് പുകഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് ഞാൻ പപ്പടം കൂടി വറക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ പപ്പടമാണല്ലോ. അപ്പോൾ ഞാൻ ഇത് ഞാൻ ഒന്നുകൂടി കുഞ്ഞിതാക്കൂട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ സാധനം വെളിച്ചെണ്ണ ഇട്ടാലുണ്ടല്ലോ ഒന്നുകൂടി നല്ലപോലെ ഇങ്ങനെ വലുതായി വരും. അപ്പോൾ കുറേ വെളിച്ചെണ്ണയ്ക്ക് ഉപയോഗിച്ചാൽ പിന്നെ അത് വേസ്റ്റ് ആവില്ല. അതാണ് ഞാൻ കുഞ്ഞിതാക്കിയിട്ടാണ് വറക്കണേ. ഈ സമയം കൊണ്ട് ഞാൻ ചീരയ്ക്ക് നന്നാക്കി വെച്ചിട്ടുണ്ടായത് കഴുകി നല്ലപോലെ 2-3 പ്രാവശ്യം ഞാൻ കഴുകും. എന്നിട്ട് വെള്ളം മാറാനായിട്ട് ഒരു ഇങ്ങനത്തെ പാത്രത്തിൽ എടുത്ത് വയ്ക്കും. ഈ സമയം കൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിച്ച് മീൻകറിയൊക്കെ എടുത്ത് എല്ലാം ഉപ്പൊക്കെ ഇല്ലേ നോക്കി ഞാൻ ഇറക്കി വെച്ചു കേട്ടോ. എന്നിട്ട് മീൻകറി നന്നായിട്ടുണ്ട്. ഒരു പ്രാവശ്യത്തേക്കുള്ള മീൻകറി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മുടെ പപ്പടം വറുത്തെടുത്തു. ഈ ചീനിച്ച് ഞാൻ പപ്പടം വറുക്കാൻ മാത്രം യൂസ് ചെയ്യണത് കേട്ടോ, ഇരുമ്പിൻ്റെ ചീനിച്ചിട്ടാണ്. അപ്പോഴേക്കും നമ്മുടെ പപ്പടയ്ക്ക് വന്നു. ഇത് കുറച്ച് മുളക് പൊടി കൂടിയിട്ടുണ്ട്, നല്ല സ്പൈസി ആയിട്ട്. അതുകൊണ്ട് കേട്ടോ ഇതിങ്ങനെ വന്ന് തൊടുമ്പോഴേക്ക് ഇങ്ങനെ പൊട്ടി പോകണുണ്ട്. അത്രയും നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വിചാരിച്ചാൽ ചീര നന്നാക്കി. ഈ ചീരക്കറിയുടെ ടേസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ എത്ര ചെറുതാക്കി അരിയണോ ആ അരിയണയിലാട്ടോ ചീരത്തോരൻ്റെ ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ നൈസായിട്ട് അരിഞ്ഞു. അത്രയ്ക്കാണ് നൈസായിട്ടില്ല, നല്ലൊരു മാതിരി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇട്ടു, വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി. ചീര ഉപ്പേരി വയ്ക്കുമ്പോൾ ഞാൻ ആദ്യം ഉപ്പിടില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ചീര ഇങ്ങനെ കുറേ ഉണ്ടാവില്ല, അതനുസരിച്ച് ഉപ്പിട്ട് അവസാനം വരുമ്പോൾ ചീരയിൽ നല്ല ഉപ്പ് പിടിക്കും. പിന്നെ ഞാൻ അതിൽ കുറച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ചു. പിന്നെ ഞാൻ ഇതൊക്കെയും കഴിഞ്ഞിട്ട് അടുക്കളയ്ക്ക് നല്ലപോലെ പാത്രയ്ക്കും കഴുകി അടുക്കളയ്ക്ക് നല്ലപോലെ വൃത്തിയാക്കി. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ അത്. അപ്പോൾ ഇന്ന് ലഞ്ചിന് നമുക്ക് ചോറും മീൻകറിയും പിന്നെ ഈ ചീരപ്പേരിയും പിന്നെ കാലത്ത് ഉണ്ടാക്കിയ മറ്റേ ഉണക്കപ്പയർ ഉപ്പേരി ഉണ്ടായിരുന്നു, പപ്പടം ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ എൻ്റെ ലഞ്ച് വിശേഷം.